നമസ്കാരം എല്ലാവർക്കും കാർഡ്സ് ഓഫ് ഷിതയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതെന്നാണ് നോക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ വളരെയധികം നിരാശയോടെയാണ് നിൽക്കുന്നത്. നിങ്ങളെ പ്രണയത്തിൽ സംഭവിച്ചിട്ടുള്ള ആ തകർച്ചയിൽ വളരെ നിരാശയോടെയാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദന, പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് സോൾസ് ആണ്. ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസ്ക് എടുക്കേണ്ടതായിരുന്നു, അതിലൊരു കെയർലെസ് ആയിട്ട് മുന്നോട്ട് പോയത് ശരിയായില്ല, അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകേണ്ടതായിരുന്നു എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു. ഒരു വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ വിശ്വസ്തരായിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ ആ വ്യക്തിയുടെ, ആ പേഴ്സന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്ത, പകരം വെക്കാനാവാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇപ്പോൾ ആ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. വളരെയധികം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒരു നല്ല രീതിയിലുള്ള പ്രണയത്തിനായിട്ട്. നഷ്ടപ്പെട്ട് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു പെയിൻ ആ വ്യക്തിക്ക് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ, നിങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിനോട് ആ വ്യക്തി വളരെയധികം ആഗ്രഹത്തോടു കൂടി പറയുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബ്രേക്കപ്പ് പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു രീതിയിൽ ഒരു റീയൂണിയൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തിയെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കീ ഇരിക്കുന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയാണ് റിസ്ക് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്നും നിങ്ങളുടെ പ്രണയം ഒരു പുതിയ രീതിയിൽ കൊണ്ടുവരേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ട്. ആ വ്യക്തി അതിനുള്ള ഒരു ശക്തി നേടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്നത്. ആ ഒരു ശക്തിയായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ആ വ്യക്തിക്ക് ശരിയായ ഒരു വഴി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ദ മൂൺ പറയുന്നത് ഒരു ഇല്യൂഷൻ, ഒരു തെറ്റിദ്ധാരണ, ഒരു മിഥ്യാബോധമൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തിരികെ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ നിന്നിട്ട് എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് വളരെ ഒരു പോരായിട്ടുള്ള ഒരു പ്രണയം, സ്നേഹമൊക്കെ പങ്കുവയ്ക്കണമെന്നും നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരണമെന്നും ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് ആദ്യം നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരണമെന്ന്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രണയത്തിൽ നിങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരികെ തരണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളങ്ങനെ കൂടെ കൂട്ടി നിങ്ങളോടൊപ്പം ഒരു സന്തോഷകരമായ ഒരു ജീവിതം ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് സോർട്സ് പറയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ ഒരു വെളിച്ചത്തിലേക്ക്, ഒരു പുതിയൊരു കരയിലേക്ക് നിങ്ങളുടെ നിങ്ങളുമായിട്ട് പോയി സന്തോഷകരമായൊരു ദുരിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടണം എന്ന് തന്നെയാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വളരെയധികം ഹൃദയവേദന നിങ്ങൾക്കുണ്ട് എന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയും ആ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്. സഹിക്കാൻ കഴിയാത്ത വിധം ആ വ്യക്തി വളരെ വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്ന്, ഒരു തുല്യനീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾക്ക് തുല്യനീതി തന്ന് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് കാർഡും പറയുന്നത്. 4 ഓഫ് കപ്പ്. ആ വ്യക്തിക്ക് വേറെ എന്ത് ലൈഫിൽ ലഭിച്ചാലും നിങ്ങളുടെ സ്നേഹം, പ്രണയം, ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ കാത്തിരിക്കുന്നത്. വേറെ ഒരു കാര്യത്തിലും ആ വ്യക്തിക്ക് ഒരു ശ്രദ്ധ കൊടുക്കാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വേദനയോട് കൂടിയാണ് ആ വ്യക്തി ഇരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എങ്ങനെ ആ വ്യക്തിയോട് പെരുമാറുമെന്നറിയാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതെന്തായാലും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നിട്ട് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ഉണ്ടാവട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.